ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരുപാട് ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം ഒരു യാത്ര പോയാൽ കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ് പോകുന്നത്. സബിതാക്ക് ഭയങ്കര ആഗ്രഹം കറങ്ങാൻ പോകണം, നമുക്കൊന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങളുടെ പരിചയത്തിലുള്ളൊരു ഇത്ത വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഊട്ടുപുര എന്ന് പറയുന്നൊരു ഹോട്ടൽ. അവിടെ നല്ല സദ്യയൊക്കെ കിട്ടും, നല്ല ഫിഷ് ഐറ്റംസ് ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വന്നതാണ്. അവിടുത്തെ ആംബിയൻസ് ഒക്കെ സൂപ്പറാണ്. നല്ലൊരു എന്താ പറയുക, ഓല മെടഞ്ഞ ഒരു മേൽക്കൂരയൊക്കെയാണ് അവിടെ ഉള്ളത്. ഇത് ഫോർട്ട് കൊച്ചി ഞാലിപ്പറമ്പിലാണ് കേട്ടോ ഈ ഹോട്ടൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഹോട്ടലിൽ മെയിനായിട്ട് വന്നത് ചട്ടിച്ചോറും സമുദ്രസദ്യയും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങളുടെ മനസ്സിൽ ചട്ടിച്ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സൂംബ ക്ലാസ്സിൽ ഇത്തയാണ് പറഞ്ഞത്, നിങ്ങൾ ചട്ടിച്ചോറ് മാത്രം ട്രൈ ചെയ്യേണ്ട, സമുദ്രസദ്യയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത്. അങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്തു. സബിത്ത ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലോട്ട് നോക്കുന്നുണ്ടായിരുന്നു, ഫുഡ് ഇതുവരെ വന്നില്ലല്ലോ എന്ന്. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഫുഡ് വന്നു. സബിത്ത താടിക്ക് കൈയും കൊടുത്തൊക്കെയാണ് ഇരിക്കുന്നത് ഫുഡ് വരാത്തത് കൊണ്ട്. അങ്ങനെ നമുക്കൊരു 10-15-16 കൂട്ടം കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല ഫിഷ് ഐറ്റംസും ഉണ്ടായിരുന്നു, വെജിറ്റബിളും ഉണ്ടായിരുന്നു. സബിത്ത ഫുഡൊന്നും അല്ലാട്ടോ നോക്കിയത്, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഇത്ത ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ഇത്താനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ചട്ടിച്ചോറ് വന്നു. സബിത്ത ചട്ടിച്ചോറാണ് പറഞ്ഞത്. ഞാനും ഷാനയും കൂടിയിട്ട് സമുദ്രസദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം സമുദ്രസദ്യയിലുണ്ടായിരുന്ന അതേ ഐറ്റംസ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ ചട്ടിച്ചോറിലും ഉണ്ടായിരുന്നത്. ചമ്മന്തി, മീനിൻ്റെ പേരെന്താണെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഏതോ ഒരു നല്ലൊരു മീനാണ്. അയില പൊരിച്ചത്, അവിയൽ, ഞണ്ട്, ചെമ്മീൻ, പിന്നെ ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമുദ്രസദ്യയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചമ്പർ ഉണ്ടായിരുന്നു, ഞണ്ട് കറി ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, ചെമ്മീൻ, കൂന്തൽ, കക്ക, പപ്പടം, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ മീൻമുട്ട ചിക്കിയതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉണക്കൽ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂര മാസില്ലേ, അത് ഉണക്കൽ ഉള്ളിമുളക് ഇട്ടതുണ്ടായിരുന്നു. ഏകദേശം അത്യാവശ്യം നല്ലൊരു കറികളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ചെമ്മീൻ ഫ്രൈ ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കക്കിറച്ചി എനിക്ക് ഭയങ്കര പേടിയാണ്. കക്കിറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് കക്കിറച്ചി കഴിക്കാനായിട്ട്. എൻ്റെ ഫുഡ് കഴിക്കൽ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുതിട്ട്, ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയായിരുന്നു, പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഉണക്കൽ മീനിൻ്റെ മാസ്, മറ്റേ ചൂരമീൻ്റെ മാസം എന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ഇത്. സത്യത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ആ സമുദ്ര സദ്യ ധാരാളമായിരുന്നു. അപ്പോഴാണ് ഹോട്ടലിലുള്ള ആ വെയിറ്റർ പറഞ്ഞത്, നിങ്ങൾ ഒരു ചട്ടിച്ചോറ് കൂടി മേടിക്കുന്നത്. പക്ഷെ ചട്ടിച്ചോറ് കുറച്ച് കൂടുതലായിരുന്നു. ചില കറികളൊന്നും ഷാനയെ കൂട്ടിയൊന്നുമില്ല, സബിത്തയും കൂട്ടിയില്ല. പക്ഷെ ഞാൻ എല്ലാ കറികളും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഇതിൽ പായസം ഉണ്ടായിരുന്നു, തൈരും ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റാണ് ഞങ്ങൾ അറിഞ്ഞത് പായസവും തൈരൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം പായസമാണെന്ന് വെച്ചിട്ട് തൈരൊക്കെ എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ചോറ് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും എനിക്കെന്തോ വിശപ്പ് മാറാത്ത പോലെ തോന്നിയിട്ട് സബിത്താൻ്റെ കുറച്ച് ചട്ടിച്ചോറും കൂടി ഞാൻ മേടിച്ച് കഴിച്ചായിരുന്നു. പക്ഷേ എനിക്കെന്തോ കറികളെല്ലാം കൂടി മിക്സ് ചെയ്തത് കാരണം കൊണ്ട് എനിക്കെന്തോ തിന്നാൻ പറ്റിയില്ല. എനിക്ക് പൊതുവേ ചട്ടിച്ചോറിനോട് തീരെ താല്പര്യമില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയാണെന്ന്. സാധാരണ നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ളൊരു സെയിം കറികളൊക്കെ തന്നെയായിരുന്നു. ഇത് ഫുഡ് വേസ്റ്റ് ആക്കിയതൊന്നും അല്ല കേട്ടോ, സത്യത്തിൽ കഴിക്കാൻ പറ്റാഞ്ഞിട്ട് തന്നെയായിരുന്നു. സമുദ്രസദ്യ ചട്ടിച്ചോറ് എന്നൊക്കെ കേട്ടപ്പോൾ വെറൈറ്റിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ വെറൈറ്റി ഒന്നും കിട്ടിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ പറിച്ചായിരുന്നു കേട്ടോ. ടേബിൾ റോസൊക്കെ എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്. ചെടി എവിടെ കണ്ടാലും, മണി പ്ലാന്റ്, പൂക്കളുള്ള ചെടികളൊക്കെ എവിടെ കണ്ടാലും ഞാൻ അവിടെ പറിച്ചെടുക്കും. പെർമിഷനൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് വളപ്പ് ബീച്ചിൽ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ, ജങ്കാറൊക്കെ കയറിയിട്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ എല്ലാവരും ടയേർഡായി. ഷാനക്കും സബിത്തക്കും ഒന്നും ഒരടി അനങ്ങാൻ പറ്റുന്നില്ല. എന്നാലും എൻ്റെ നിർബന്ധത്തിന് ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയിരിക്കാം, അപ്പോൾ അവിടുത്തെ കാറ്റൊക്കെ കൊള്ളുമ്പോഴത്തേക്കും ഒരു റിഫ്രഷ്നെസ് ഒക്കെ കിട്ടുമെന്നും ഒക്കെ പറഞ്ഞു ഞാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ആ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബാസ്റ്റൺ ബംഗ്ലാവ് എന്ന് പറയുന്നൊരു ബംഗ്ലാവ് ഉണ്ട്, ഒരു മ്യൂസിയം ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ പോയത്. അവിടെ പോയപ്പോൾ രസം വേറൊന്നുമല്ല, ഒരാൾക്ക് ടിക്കറ്റ് 35 രൂപയാണ്. വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറി 35 രൂപ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മ്യൂസിയം ആണ് കേട്ടോ, പിള്ളേർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കാണാനൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ കയറിയില്ല. ആ മ്യൂസിയം നിൽക്കുന്ന അതേ കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ ഇത്. നല്ല രസമാണ്, ഒരുപാട് ശില്പങ്ങളും ഊഞ്ഞാലയും നടപ്പാതകളൊക്കെ ഉള്ള നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ. സത്യത്തിൽ ബീച്ചിൽ പോയിരിക്കുന്നതിനേക്കാളും ഒരു സുഖമാണ് ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ. നല്ല നിറച്ച് മരങ്ങളും
കൂളിങ്ങും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ഇരുന്നു. പിന്നെ ഷാനാനോട് എൻ്റെ ഒന്ന് രണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുത്തു തരാൻ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, അവൾക്ക് നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ അറിയില്ല. അങ്ങനെ എൻ്റെ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ നല്ല ഫോട്ടോ എടുക്കാനായിരുന്നു. കാറ്റുകൊണ്ട് എൻ്റെ സെൽഫി സ്റ്റിക്കൊക്കെ അനങ്ങിയിട്ടാണ് കേട്ടോ എൻ്റെ ഈ വീഡിയോ ജെർക്കിങ് ആവുന്നത്. നല്ല രസമായിരുന്നു, നല്ല കാറ്റായിരുന്നു. ബീച്ചിൽ പോകുന്ന മിക്കവരും ഈ സ്പോട്ട് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ആരും മിസ് ചെയ്യരുത്. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളപ്പ് ബീച്ചിൽ പോകാൻ പറ്റില്ല ഞങ്ങൾക്ക്, നെക്സ്റ്റ് ടൈം പോകാമെന്ന് വിചാരിച്ചു. വെയിലാണ് ഞങ്ങളെ ചതിച്ചത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ, കമൻറ്റും ചെയ്യണം. എങ്കിൽ മാത്രമാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.